ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫിഷ് മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് മത്തിയാണ്. മത്തി ഉപയോഗിച്ച് ഒരു മസാല ഫ്രൈ, ഡ്രൈ ഫ്രൈ അല്ല, ഒരു മസാല രൂപത്തിലുള്ള ഒരു ഫ്രൈ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമില്ല, പിന്നീട് കത്തിച്ചാൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു വലിയ സ്പൂൺ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയാൽ മതി. സ്റ്റൗ ഓണാക്കി ജസ്റ്റ് ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരും. ഇതേപോലെ ഒന്ന് ചൂടാവും. അപ്പോഴതിലേക്ക് ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒരു 2 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തതും കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കൂടാതെ ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളവും ഇതിലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നല്ലോണം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച മത്തി, ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഉപയോഗിക്കുന്നത് മത്തിയാണ്. ഏത് ഫിഷും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ മത്തിയാണ് ഉണ്ടായത്, അതുകൊണ്ട് മത്തി ഉപയോഗിച്ചു. മത്തി ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചധികം മത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാലയൊക്കെ ഒന്ന് അതിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് മസാല. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം, അത്രേ വേണ്ട, ഒരു 5 മിനിറ്റ് മതിയാവും, ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. മത്തി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മത്തി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മത്തി വെന്ത് വരും. അതിനൊന്ന് നമ്മളെല്ലാത്തിനും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. പൊട്ടാതെ നോക്കണം. മത്തി വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വേർപെട്ട് വരും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും. എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, എല്ലാത്തിനും, ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ആ മസാല കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ഫിഷ് മസാലയാണ്. ഇത് ചെറിയുള്ളിയിൽ ചെയ്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ചെറിയുള്ളിയാണ് നമ്മൾ എടുക്കുന്നത്, കുഞ്ഞുള്ളി, കൂടാതെ വെളുത്തുള്ളി. ഇത് രണ്ടാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.